തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുപ്രധാന പ്രഖ്യാപനവുമായി ടി.വി.കെ. ഡി.എം.കെ സർക്കാരിനെ താഴെ ഇറക്കാൻ വിജയുടെ നേതൃത്വം അംഗീകരിക്കുന്ന ആരുമായും സഖ്യമെന്ന് ടി.വി.കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സഖ്യം സംബന്ധിച്ച് അന്തിമ തീരുമാനം വിജയ്ക്ക് വിട്ടിരിക്കുന്നു. ജോബി ജോർജ് ചേരുകയാണ്. ജോബി, അപ്പോൾ ഈ ആരുമായും എന്ന് പറയുന്നതിൽ ആരൊക്കെ ഉൾപ്പെടും? എന്താണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്? ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡി.എം.കെ സർക്കാർ അഴിമതി നിറഞ്ഞ സർക്കാരാണ്, അവരെ താഴെ ഇറക്കണം, അത് പ്രധാനപ്പെട്ട അജണ്ടയാണ്. രണ്ടാമത്, വിജയുടെ നേതൃത്വം അംഗീകരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഒത്തുവന്നാൽ ആ പാർട്ടിയുമായി സഖ്യമാകാം എന്നുള്ളതാണ് ഇപ്പോൾ ടി.വി.കെ ഭാരവാഹികളുടെയും ജില്ലാ സെക്രട്ടറിമാരുടെയും യോഗത്തിൽ ഒടുവിൽ പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നത്. വിജയുടെ നേതൃത്വം അംഗീകരിക്കണം, വിജയ് ഇക്കാര്യത്തിൽ സഖ്യം സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. അതോടൊപ്പം തന്നെ ഒരു പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് വേണ്ടിയും സഖ്യം സംബന്ധിച്ച ചർച്ചകൾക്കും വേണ്ടിയും പ്രത്യേക സമിതികളെ തെരഞ്ഞെടുക്കാനുള്ള തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായ കാര്യം നമുക്കറിയാം, വിജയുടെ പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ നിലവിൽ മുഖ്യധാര പാർട്ടികളൊന്നും പരസ്യമായി തയ്യാറായിട്ടില്ല. എ.ഐ.യുടെയും ബി.ജെ.പിയും ഇപ്പോൾ ഒന്നിച്ചു നിൽക്കുകയാണ്. എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബി.ജെ.പി ഇതിനോടകം തന്നെ അംഗീകരിച്ചതുമാണ്. അതേസമയം ടി.വി.കെ, ഒ.പി.എസ് വിഭാഗമൊക്കെ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം, ടി.ടി.വി ദിനകരൻ, ഒ.പി.എസ് വിഭാഗമൊക്കെ ഇപ്പോഴും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ടി.ടി.വി ദിനകരൻ ഈ ദിവസങ്ങളിൽ വിജയെ വീണ്ടും പ്രകീർത്തിക്കുകയും വിജയുടെ നേതൃത്വത്തിൽ ഒരു സഖ്യത്തിനുള്ള സാധ്യതകളുണ്ട് എന്ന നിലയിൽ പ്രതികരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് ഈ ടി.ടി.വി ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം പോലെയുള്ള പാർട്ടികളുമായുള്ള സഖ്യമാണ് നിലവിൽ സാധ്യത കാണുന്നത്. ടി.ടി.വി എങ്ങനെയെങ്കിലും എൻ.ഡി.എ സഖ്യത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം അടക്കം ഇടപെട്ട ചർച്ചകളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിലവിൽ ഡി.എം.കെ സഖ്യത്തിലുള്ള